നമസ്കാരം, ചെസ് ബാറ്റിൽസ് മലയാളത്തിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഫ്രീ സ്റ്റൈൽ ചെസ് ടൂർണമെന്റിലെ ഒരു ഗെയിമാണ് കാണിക്കാൻ പോകുന്നത്. വിയറ്റ്നാം ഗ്രാൻഡ് മാസ്റ്റർ ചുവാൻ മിൻ ലീയും റഷ്യൻ ഗ്രാൻഡ് മാസ്റ്റർ മാക്സിൻ മറ്റ്ലാക്കോവും തമ്മിലായിരുന്നു മത്സരം. ഇത് ചെസ് 960 അല്ലെങ്കിൽ ഫിഷർ റാൻഡം ചെസ് എന്നറിയപ്പെടുന്ന ചെസ് വേരിയന്റ് ആണ്. ഇതിനെക്കുറിച്ച് അറിയാത്തവർക്കായിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിരുന്നു. ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ ഗെയിം കാണാൻ ശ്രമിക്കുക. മുകളിലുള്ള ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്താൽ ആ വീഡിയോ കാണാൻ സാധിക്കും. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ചെസ് 960ൽ 960 രീതിയിൽ ബോർഡ് സെറ്റ് ചെയ്യാൻ കഴിയും. അങ്ങനെ സെറ്റ് ചെയ്യുന്നതിൽ 303ാമത്തെ പൊസിഷനിലാണ് ഈ ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈറ്റ് F4 മൂവ് കൊണ്ട് ഗെയിം സ്റ്റാർട്ട് ചെയ്യുന്നു. ബ്ലാക്ക് F5 മൂവ് ചെയ്യുന്നു. ഇതോടെ വൈറ്റിന്റെ ഡാർക്ക് സ്ക്വയർ ബിഷപ്പിന്റെയും ബ്ലാക്കിന്റെ ലൈറ്റ് സ്ക്വയർ ബിഷപ്പിന്റെയും ഡയഗണൽ ഓപ്പൺ ആയിട്ടുണ്ട്. വൈറ്റ് അടുത്തായിട്ട് G3 മൂവ് കൊണ്ട് F1 പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നതോടൊപ്പം അടുത്ത ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. ബ്ലാക്കും അതുപോലെ തന്നെ G6 മൂവ് കൊണ്ട് അടുത്ത ബിഷപ്പിന്റെ ഡയഗണലും ഓപ്പൺ ചെയ്യുന്നു. വൈറ്റ് നൈറ്റിനെ C3ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്കും നൈറ്റിനെ C6ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ഇവിടെ റൂക്കിന്റെ ഫയൽ ഓപ്പൺ ചെയ്യുന്നതിനായിട്ട് വൈറ്റ് ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫർ ചെയ്യാണ്. E4 മൂവ് കൊണ്ട് ബ്ലാക്കിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് പോൺ വെച്ച് പോണിട്ടൊന്നു. വൈറ്റ് നൈറ്റ് വെച്ച് തിരിച്ചു വിട്ടുന്നു. അടുത്തായിട്ട് ബ്ലാക്ക് കാസ്ലിംഗ് ചെയ്യാണ്. ബ്ലാക്ക് ഇവിടെ എങ്ങനെയാണ് കാസ്ലിംഗ് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. നമ്മുടെ ക്ലാസിക്കൽ ചെസ്സിൽ ബ്ലാക്കിന്റെ കിങ് E8ലായിരിക്കും ഉണ്ടായിരിക്കുന്നത്. ഈ കാസ്ലിംഗിന് ശേഷം കിങ് C8 സ്ക്വയറിലേക്കും ഇവിടെ A8ലുള്ള റൂക്ക് D8ലായിരിക്കും വരുന്നത്. ഈ വേരിയന്റിലും കാസ്ലിംഗിന് ശേഷം നമ്മുടെ ക്ലാസിക്കൽ ചെസ്സിൽ കാസ്ലിംഗ് ചെയ്യുന്ന അതേ പൊസിഷനിൽ തന്നെയാണ് വരാനുള്ളത്. അങ്ങനെ നോക്കുമ്പോൾ ഈ രണ്ട് സ്ക്വയറിലേക്ക് തന്നെയാണ് കിങ്ങും റൂക്കും വരാനുള്ളത്. എന്നാൽ ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും പൊസിഷൻ മാറിയിരിക്കുന്നതേ ഉള്ളൂ. അപ്പോൾ ഇവിടെ എങ്ങനെയാണ് കാസ്ലിംഗ് ചെയ്യുന്നത് നോക്കാം. ഇവിടെ വേറെ മാറ്റങ്ങളൊന്നും വരാനില്ല. രാജാവിനെയും റൂക്കിനെയും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ചാൽ മാത്രം മതി. രാജാവിനടുത്ത് അപ്പുറത്ത് വെച്ചിട്ട് റൂക്കിനെ ഇപ്പുറത്ത് വെച്ചാൽ മതി. ഇപ്പോൾ കാസ്ലിംഗ് ആയിട്ടുണ്ട്. അടുത്ത പോലെ തന്നെ ഇവിടെ വൈറ്റും കാസ്ലിംഗ് ചെയ്യാണ്. വൈറ്റ് കിങ്ങിനെ എടുത്ത് അപ്പുറത്ത് വയ്ക്കുന്നു, റൂക്കിനെടുത്ത് ഇപ്പുറത്ത് വയ്ക്കുന്നു. ഇവിടെയും കാസ്ലിംഗ് ആയിട്ടുണ്ട്. അതിനുശേഷം ബ്ലാക്കും ഇവിടെ ഒരു പോൺ എക്സ്ചേഞ്ച് ഓഫറാണ്. E5 കൊണ്ട് വൈറ്റിന്റെ പോണിനെ അറ്റാക്ക് ചെയ്യുന്നു. വൈറ്റ് പോൺ വെച്ച് പോണിട്ടുന്നു. ബ്ലാക്ക് നൈറ്റ് വെച്ച് തിരിച്ചു വിട്ടുന്നു. ഇവിടെ വൈറ്റ് ആ നൈറ്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ സെന്റർ ഓപ്പൺ ചെയ്യാൻ ശ്രമിക്കുകയാണ്. D4 മൂവ് കൊണ്ട് ബ്ലാക്കിന്റെ നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നു. ബ്ലാക്ക് നൈറ്റിനെ C6ലേക്ക് മൂവ് കൊണ്ട് ആ പോണിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് D5 മൂവ് കൊണ്ട് ആ നൈറ്റിനെതിരെ വീണ്ടും അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ B4ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് ആ പോണിനെതിരെ വീണ്ടും 2 പീസിൽ വെച്ച് അറ്റാക്ക് കൊടുക്കുന്നു. വൈറ്റ് അടുത്ത നൈറ്റിനെ E3ലേക്ക് ഡെവലപ്പ് ചെയ്തുകൊണ്ട് ആ പോണിന് ഒരു സപ്പോർട്ട് കൊടുക്കുന്നു. ബ്ലാക്ക് A5 മൂവ് കൊണ്ട് നൈറ്റിനെ സപ്പോർട്ട് ചെയ്യുന്നതോടൊപ്പം ആ നൈറ്റിന് തിരിച്ചു പോകാനുള്ള സ്പേസ് ഉണ്ടാക്കുന്നു. ഈ സമയത്ത് വൈറ്റ് A3 മൂവ് കൊണ്ട് നൈറ്റിനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ബ്ലാക്ക് നൈറ്റിനെ A6ലേക്ക് തിരിച്ചു കൊണ്ടുപോകുന്നു. ഇവിടെ വൈറ്റ് ക്വീനെ കൂടെ ഗെയിമിലേക്ക് കൊണ്ടുവരാണ്. ക്വീനെ A2ലേക്ക് ഡെവലപ്പ് ചെയ്യുന്നു. ബ്ലാക്ക് D6 മൂവ് ചെയ്യുന്നു. ഇവിടെ വൈറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ഒരു അറ്റാക്ക് പ്ലാൻ ചെയ്യാണ്. അതിനായിട്ട് നൈറ്റിനെ C4ലേക്ക് കൊണ്ടുവന്ന് A5ലെ പോണെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. ഇവിടെ ഇപ്പോൾ വൈറ്റിൻ്റെ ഉദ്ദേശം ഈ A5ലെ പോണല്ല, ഏതെങ്കിലും രീതിയിൽ ഈ C7ലെ പോണിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയ ശേഷം നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കിൻ ചെക്കാണ് വൈറ്റിൻ്റെ ലക്ഷ്യം. അത് മനസ്സിലാക്കിക്കൊണ്ട് ബ്ലാക്ക് ഇവിടെ അഡ്വാൻസ് ആയിട്ട് കിങ്ങിനെ അവിടെ നിന്ന് മാറ്റാണ്. കിങ്ങിനെ B8ലേക്ക് മൂവ് ചെയ്യുന്നു. വൈറ്റ് ഇപ്പോൾ തന്നെ നൈറ്റ് വെച്ച് A5ലെ പോണിടുകയാണെങ്കിൽ ബ്ലാക്കിന് നൈറ്റിനെ C5ലേക്ക് മൂവ് ചെയ്തുകൊണ്ട് നൈറ്റിനെ അറ്റാക്ക് ചെയ്യുന്നതോടൊപ്പം A5ലെ നൈറ്റിനെതിരെ ഡിസ്കവർ അറ്റാക്ക് കൊടുത്തുകൊണ്ട് ഈ അറ്റാക്ക് ഡിഫെൻഡ് ചെയ്യാൻ അവസരം കിട്ടും. അതുകൊണ്ട് വൈറ്റ് അഡ്വാൻസ് ആയിട്ട് ക്വീനെ കൂടെ അറ്റാക്കിലേക്ക് കൊണ്ടുവരികയാണ്. ക്വീനെ B3ലേക്ക് കൊണ്ടുവന്ന് B7ലെ പോണിനെ പിൻ ചെയ്യുന്നു. ഇനി അടുത്ത മൂവിൽ നൈറ്റ് വെച്ച് A5ലെ പോൺ എടുക്കാനും അതിനുശേഷം നൈറ്റ് വെച്ച് ഇങ്ങനെ ഒരു ഫോർക്കും ചെക്ക് കൊടുക്കാനും അവസരമുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ B6 മൂവ് കൊണ്ട് ഈ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ വൈറ്റിന് ഈ ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്തുകൊണ്ട് വളരെ സ്ട്രോങ് ആയിട്ട് അറ്റാക്ക് ചെയ്യാനും വിജയിക്കാനും കഴിയും. അതിൽ ഒരു വേരിയേഷൻ വേഗത്തിലൊന്ന് നോക്കാം. ഇപ്പോൾ B6 മൂവ് ചെയ്യുകയാണെങ്കിൽ ബിഷപ്പ് വെച്ച് പോൺ എടുത്തുകൊണ്ട് ബിഷപ്പിനെ സാക്രിഫൈസ് ചെയ്യാം. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്തില്ല എങ്കിൽ ഇനി ഈ ബിഷപ്പിനെ തന്നെ എങ്ങോട്ടെങ്കിലും മാറ്റിക്കൊണ്ട് വീണ്ടും ഡിസ്കവേർഡ് ചെക്കിന് സാധ്യതയുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ക്വീന് വെച്ച് പോണിട്ട് ചെക്ക് കൊടുക്കുകയാണെങ്കിൽ ബ്ലാക്കിന് ക്വീന് വെച്ച് ബ്ലോക്ക് ചെയ്യാൻ അവസരം കിട്ടും. അതുകൊണ്ട് ആ സ്കോറിലേക്ക് ഒരു കൺട്രോളൂടെ കിട്ടുന്നതിനായിട്ട് നൈറ്റ് വെച്ച് D6ലെ പോണിട്ട് എടുത്തുകൊണ്ട് റൂക്കിനെ അറ്റാക്ക് ചെയ്തുകൊണ്ട് തന്നെ ആ സ്കോറിലേക്ക് ഒരു കൺട്രോളും കൊണ്ടുവരാം. ഇപ്പോൾ റൂക്ക് വെച്ച് നൈറ്റിനെ വെട്ടി മാറ്റുകയാണെങ്കിൽ അടുത്ത നൈറ്റ് വെച്ച് വെട്ടിക്കൊണ്ട് വീണ്ടും അത് അറ്റാക്കിനെ കൊണ്ടുവരാം. ഇപ്പോൾ റൂക്കിനെതിരെ 2 പീസിൽ വെച്ച് അറ്റാക്ക് ഉണ്ട്. ഇപ്പോൾ റൂക്ക് വെച്ച് റൂക്കിന് വേണ്ടിയാണെങ്കിൽ ക്വീന് വെച്ച് പോണിട്ട് ചെക്ക് കൊടുക്കാനും വളരെ വേഗത്തിൽ വിജയിക്കാനും കഴിയും. അല്ലാതെ ഇപ്പോൾ റൂക്കിനെ അറ്റാക്കിൽ നിന്ന് മാറ്റിയാലും ഇതുപോലെ തന്നെ ക്വീന് വെച്ച് ചെക്ക് കൊടുത്തുകൊണ്ട് വിജയിക്കാൻ കഴിയും. അവിടെ സാധ്യതയുള്ള ഒരു വേരിയേഷൻ കാണിച്ചതേ ഉള്ളൂ. നമുക്കിനി ഗെയിമിലേക്ക് വരാം. ഇവിടെ എന്തായാലും
ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് ആ പോണിനെ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നില്ല. പകരം ക്വീനെ ഈ ഫയലിൽ നിന്ന് ഒഴിവാക്കാൻ ശ്രമിക്കുകയാണ്. അതിനായിട്ട് A4 മൂവ് കൊണ്ട് ക്വീനെതിരെ അറ്റാക്ക് കൊടുക്കുന്നു. അതൊരു പോൺ സാക്രിഫൈസ് ആണ്. വൈറ്റ് അത് അക്സെപ്റ്റ് ചെയ്യാണ്. ക്വീൻ ഉപയോഗിച്ച് പോൺ എടുക്കുന്നു. ഇപ്പോൾ B5 കൊണ്ടുവരുന്ന വൈറ്റിൻ്റെ ക്വീൻ അവിടെ നിന്ന് മാറിയതോടെ ബ്ലാക്ക് ഈ B5 കൺട്രോൾ ചെയ്യുന്നതിനായിട്ട് നൈറ്റിനെ കൂടെ കൊണ്ടുവരികയാണ്. നൈറ്റിനെ D7 ഡെവലപ്പ് ചെയ്യുന്നു. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ഈ വീഡിയോ ഒന്ന് പൗസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ഇവിടെ ശക്തമായിട്ടൊരു അറ്റാക്കിന് സാധ്യത കിട്ടുന്നതിന് വേണ്ടി വൈറ്റ് ഇവിടെ ഒരു പീസിനെ സാക്രിഫൈസ് ചെയ്യാണ്. നൈറ്റ് ഉപയോഗിച്ച് D6 പോയിന്റ് എടുത്തുകൊണ്ട് നൈറ്റിനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഇപ്പോൾ ഇതൊരു നൈറ്റ് സാക്രിഫൈസുമാണ്. ബ്ലാക്കിൻ്റെ റൂക്കിനെതിരെ ഇപ്പോൾ 2 പീസിൽ വെച്ച് അറ്റാക്ക് വന്നിട്ടുണ്ട്. ബ്ലാക്ക് ഇപ്പോൾ പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുകയാണെങ്കിൽ റൂക്ക് വെച്ച് റൂക്കിനോട്ട് എടുത്ത ശേഷം ഈ ഗെയിമിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ തന്നെ സംഭവിക്കും. അതുകൊണ്ട് ബ്ലാക്ക് ആദ്യം ആ റൂക്കുകൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാണ്. റൂക്ക് വെച്ച് റൂക്കിനോട്ട് വന്നു, വൈറ്റ് റൂക്ക് വെച്ച് തിരിച്ചോട്ട് വന്നു. അതിനുശേഷം പോൺ വെച്ച് നൈറ്റിനോട്ട് എടുക്കുന്നു. ഇതോടെ വൈറ്റിന് ഒരു നൈറ്റ് നഷ്ടമായിരിക്കുകയാണ്. ഈ സമയത്ത് വൈറ്റിൻ്റെ ഭാഗത്തു നിന്നും വീണ്ടും ഒരു ബ്രില്യൻ്റ് മൂവ് വരെയാണ്. ആ മൂവ് എന്നോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. ഈ വീഡിയോ ഒന്നുകൂടെ പൗസ് ചെയ്ത ശേഷം വൈറ്റിൻ്റെ അടുത്ത മൂവ് എന്താണെന്ന് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. വൈറ്റ് ഇവിടെ വീണ്ടും ഒരു സാക്രിഫൈസ് ആണ് ചെയ്യുന്നത്. ഇത്തവണ ക്വീൻ ഉപയോഗിച്ച് നൈറ്റിനെ വിട്ടെടുത്തുകൊണ്ട് ക്വീനെ സാക്രിഫൈസ് ചെയ്യുന്നു. ഈ മൂവ് എന്നോടെ ബ്ലാക്ക് തോൽവി സമ്മതിക്കുകയായിരുന്നു. കാരണം ഇവിടെ തന്നെ ബ്ലാക്ക് എന്തിൻ്റെ മൂവ് ചെയ്താലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആവും. ഇപ്പോൾ റൂക്ക് വെച്ച് ക്വീനോട് എടുക്കുകയാണെങ്കിൽ ആദ്യം റൂക്ക് E8 ഒന്ന് ചെക്ക് വരും. വൈറ്റിൻ്റെ ബിഷപ്പിന് ഈ ഡയഗണലിലേക്ക് കൺട്രോൾ ഉള്ളതുകൊണ്ട് ഇവിടെ 2 ഓപ്ഷനേ ഉള്ളൂ. ഒന്നുകിൽ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്യണം, അല്ലെങ്കിൽ കിങ്ങിനെ C7 മൂവ് ചെയ്യണം. C7 മൂവ് ചെയ്യണമെങ്കിൽ ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ അപ്പോൾ തന്നെ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ റൂക്ക് വെച്ച് ബ്ലോക്ക് ചെയ്താലും റൂക്കിലോട്ട് ചെക്ക് വരും. അപ്പോൾ എന്തായാലും കിങ്ങിക്ക് മൂവ് ചെയ്യേണ്ടി വരും. ആ സമയത്ത് ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. അല്ലാതെ ഇവിടെ ഈ ക്വീനെ സാക്രിഫൈസ് ചെയ്യുമ്പോൾ ഇപ്പോൾ റൂക്കിനെതിരെ അറ്റാക്കുമാണ്. റൂക്കിനെ അറ്റാക്കിൽ നിന്ന് എങ്ങോട്ടെങ്കിലും മാറ്റുകയാണെങ്കിലും റൂക്ക് E8 ഒന്ന് റൂക്കിനെതിരെ അറ്റാക്ക് വരും. ഇവിടെയും അടുത്ത മൂവിൽ ക്വീൻ വെച്ച് റൂക്കിലോട്ട് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആണ്. അല്ലാതെ റൂക്ക് വെച്ച് റൂക്കിനെ ഒട്ടിയാലും ക്വീൻ വെച്ച് റൂക്കിനോട്ട് ചെക്ക് വരും. അപ്പോഴും ഒരു ഓപ്ഷനേ ഉള്ളൂ, C7 മാറേണ്ടി വരും. ആ സമയത്തും ബിഷപ്പ് വെച്ച് ചെക്ക് വരുമ്പോൾ ചെക്ക്മേറ്റ് ആവും. ഇനി അല്ലാതുള്ളൊരു ഓപ്ഷൻ ഈ റൂക്കിന് ബിഷപ്പ് വെച്ച് സപ്പോർട്ട് കൊടുക്കുക എന്നാണ്. അങ്ങനെ ബിഷപ്പ് വെച്ച് സപ്പോർട്ട് എടുത്താലും കാര്യമില്ല. നേരത്തെ കണ്ട പോലെ തന്നെ റൂക്ക് E8 ഒന്ന് റൂക്കിനെതിരെ അറ്റാക്ക് വരും. റൂക്ക് പിന്നിങ്ങിലായ കാരണം വേറെ കൊണ്ടൊന്നും പോകാനും പറ്റില്ല. റൂക്കിന് വെച്ച് റൂക്കിനുണ്ടെങ്കിൽ നേരത്തെ കണ്ട പോലെ ക്വീൻ വെച്ച് വിട്ട് ചെക്ക് വരികയും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകുകയും ചെയ്യും. ഇങ്ങനെ എങ്ങനെ നോക്കിയാലും വളരെ വേഗത്തിൽ ചെക്ക്മേറ്റ് ആകും എന്ന് മനസ്സിലായിക്കൊണ്ടാണ് ഈ പൊസിഷനിൽ ക്വീൻ വെച്ച് നൈറ്റിനെ വെട്ടിക്കൊണ്ട് ക്വീൻ സാക്രിഫൈസ് വന്നപ്പോൾ തന്നെ ബ്ലാക്ക് തോൽവി സമ്മതിച്ചത്. വളരെ നല്ലൊരു ഗെയിമായിരുന്നു. ഈ ഗെയിം ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.